അലീനയ്ക്കെതിരെ ആംസ് ആക്ട് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് ഏതെങ്കിലും കേസ് ക്രിമിനൽ കേസ് പെട്ടിട്ടുണ്ടോ? സാറേ, ഞാൻ ഉൾപ്പെടെ ഈ പ്രശ്നത്തിൽപ്പെട്ട നമ്മൾ 4 പേരുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു മൈന്യൂട്ട്, ഞാൻ പോലീസിനോട് പറഞ്ഞ ഈ ഒരു കേസാണ്, മൈന്യൂട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് എവിടെന്നെങ്കിലും കേൾക്കുകയോ ഇതിനു മുന്നേ കഴിഞ്ഞതായിട്ടോ ഉള്ളതുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് വെക്കാൻ തയ്യാറാണ്. എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പ്രശ്നം ഈ 4 പേർക്കും ഇല്ല. ഒന്നുമില്ല, ക്രിമിനൽ എന്നല്ല, ഒരു കേസും ഇല്ല. ഞങ്ങളുടെ പേരിൽ ഇന്നൊന്നുമില്ല. അപ്പൊ സാറ് പിന്നെന്തുകൊണ്ടാണ് അങ്ങനെ MDMA നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസിനെ സംശയിക്കണം? എന്തുകൊണ്ടാണ്? സംശയമല്ല, അവര് മനഃപൂർവ്വം നമ്മളെങ്ങനെയെങ്കിലും ഹറാസ് ചെയ്യുക, മൈൻഡ് ഔട്ട് ചെയ്യുക, എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ഡൗൺ ആക്കുക, അത് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ആരെയും പറയുന്നില്ല സാറേ. ഈ സാൻഡി എന്ന് പറയുന്ന, സുധീർ എന്ന് പറയുന്ന പോലീസും പുള്ളിക്കാരൻ ഈ ഗേളിനോട് എങ്ങനെയാ സംസാരിക്കാൻ പറ്റാത്ത, നമ്മളിപ്പോൾ പുറത്തുപോയി ഫ്ലേർട്ട് ചെയ്യുന്നു പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എങ്ങനെയാണോ സംസാരിച്ചത് അതേ ലെവലിൽ തന്നെയാണ് ഈ പോലീസുകാർ എന്നോട് സംസാരിച്ചത്. അപ്പൊ ഈ സുധീർ എന്ന് പറയുന്ന സാർ ഉൾപ്പെടെ എന്നോട് സംസാരിച്ച രീതി ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത്രയും ലെവലിൽ തന്നെയാണ് സംസാരിച്ചത്. ഈ നിന്ന വ്യക്തിയും ഇവരും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് എനിക്കറിയത്തില്ല സാറേ. ബാക്കിയുള്ളവരെ പോലെയല്ല, ഈ 2 പേരും അത്രയും, പ്രത്യേകിച്ച് ഈ സാൻഡി എന്ന് പറയുന്ന പുള്ളിക്ക് ഗേൾസ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ. അല്ലാതെ അലീനയോട് വ്യക്തിപരമായ വിരോധമോ അല്ലെങ്കിൽ ഔറംഗസീബിനുള്ള വിരോധം അങ്ങനെ എന്നോട് വ്യക്തിപരമായിട്ടുള്ള വിരോധം എന്നെ മുന്നേ അവർക്ക് അറിയില്ല എന്ന് അവരുടെ സംസാരത്തിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസ് കാര്യങ്ങൾക്കൊന്നും അവർക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരാർക്കോ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ പോലീസുകാർ ഈ പറയുന്നവർ നമുക്ക് കേസ് എടുക്കുന്നതും നമ്മളെ പെടുത്തുക എന്നുള്ളത് ആർക്കോ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയും ആണ്. കാരണം അവർ ആ ലെവലിലായി. ഒരിക്കൽ പോലും ഞാൻ പറയുന്ന മൊഴി ചോദിക്കുന്ന സമയത്തും സാറേ എനിക്ക് ഓപ്പോസിറ്റ് പരാതിയുണ്ട്, കാരണം നമ്മൾ ഇത്രയും ചതഞ്ഞ് ഇത്രയും ഓപ്പറേഷൻ ചെയ്ത് പറഞ്ഞാൽ ബ്ലീഡ് ഹോസ്പിറ്റലിൽ ഈ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും ഒരു ചെക്കൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ പെയിൻ കില്ലർ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്, അതുപോലും തരാൻ അവർ തയ്യാറല്ല. അവരപ്പോഴും പറയും ഇങ്ങനെ ഇരുന്നു ഇത്രയും ചെയ്തില്ലേ, ഇങ്ങനെ നിന്നെ നാളെയൊക്കെ ജയിലിൽ ഇടുമ്പോഴത്തേക്ക് നീയൊക്കെ അവിടെ നിന്ന് അനുഭവിക്കേണ്ടല്ലോ, ഇപ്പൊ കുറച്ച് വിട്ടിരുന്ന് അനുഭവിക്കും. പക്ഷെ പോലീസ് പറഞ്ഞത് അലീന അവിടെ ഒരു ആളുമായി അലീന അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ജീവനക്കാർ പറയുന്നത്, ബാർ ജീവനക്കാർ കൊടുത്ത മൊഴിയാണത്. പക്ഷെ ഈ വേറെ കുറച്ച് മീഡിയയിൽ വരുമ്പോഴാണ് ഞാൻ ഈ കേട്ടിരിക്കുമ്പോഴാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായല്ലേ എന്ന്. കാരണം ഞാൻ അവിടെ നിന്ന് ഒരക്ഷരം മിണ്ടാതെ എണീറ്റ് പോയത് ഞാനാണ്. അതിന് ഞാൻ ഇപ്പോഴും ഈ പോലീസിൻ്റെ അടുത്തായാലും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ ഞാൻ തയ്യാറാണ്. CCTV ദൃശ്യങ്ങൾ എടുത്തറിയാം, ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പോഴും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞ് മാറുക എന്നല്ലാതെ റിയാക്ട് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് അടി കൂടി എൻ്റെ ദേഹത്തും അടി ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ എന്തെങ്കിലും തിരിച്ച് സംസാരിച്ച് റിയാക്ട് ചെയ്യുന്നത്.